നേരത്തെ 2 ദിവസമായി കാണാനില്ലായിരുന്നു. ഇപ്പോൾ യുവാവ് ഹാജരായി മൊഴി നൽകുന്നു. ഈ വിവരങ്ങളൊക്കെ നടക്കുന്നു. ഈ കാര്യങ്ങൾ, ഈ ആത്മഹത്യാക്കുറിപ്പിലുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്യുമ്പോഴും കുടുംബം പഴയ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇന്ന് ആ പെൺകുട്ടിയുടെ പിതാവാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. സത്യം പുറത്തു വരണമെന്ന് പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ചില സാമ്പത്തികമായ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ള കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അമ്മ പറയുന്നതും പിതാവ് പറയുന്നതും തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ടോ? അവർ ഇപ്പോൾ നേരത്തെ പറഞ്ഞ നിലപാടിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണോ? ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള ഇവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ ചില പരിശോധനകൾ കൂടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ അക്കൗണ്ട് വിവരങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുന്നു കൂടുതലായി എന്നതാണ് അറിയാൻ കഴിയുന്നത്. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് യുവാവ് പറഞ്ഞത് തന്നെയാണോ സത്യം? പോലീസ് അതിനപ്പുറം എന്തെങ്കിലും കണ്ടെത്തലുകളിലേക്ക് എത്തുന്നുണ്ടോ? രേണുക, ഇതിൽ റഹീസിനെ ചോദ്യം ചെയ്യണമെന്ന ഒരു ആവശ്യമാണ് കുടുംബം ആദ്യം മുതലേ പറയുന്നുണ്ടായിരുന്നത്. ഇതിൽ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്നതായിരുന്നു അവരുടെ ആവശ്യം. ഇതിൽ മാതാവ് നൽകിയ പരാതിയിലാണ് ഗുരുതരമായ ആരോപണം ഉണ്ടായിരുന്നത്. പക്ഷേ പിതാവ് ഈ കാര്യത്തിൽ SDPI ഓഫീസിൽ തങ്ങളെ വിളിച്ചു വരുത്തിയിരുന്നു. ഇത്തരത്തിൽ ഒരു ചർച്ച നടത്തിയിരുന്നു. ഈ കാര്യങ്ങളൊക്കെ സ്ഥിരീകരിച്ചിരുന്നു. അത് ന്യൂസ് 18നോട് തന്നെയാണ് അദ്ദേഹം ആ കാര്യം വ്യക്തമാക്കിയത്. അപ്പോഴും അദ്ദേഹം പൂർണ്ണമായും റഹീസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നില്ല പറഞ്ഞത്. പക്ഷേ റഹീസിനെ ചോദ്യം ചെയ്യണമെന്നൊരു ആവശ്യം അവർ ഉന്നയിച്ചിരുന്നു. പോലീസ് ഇതിന്റെ സത്യാവസ്ഥ കൊണ്ടുവരണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. അതിനായി റഹീസിനെ ചോദ്യം ചെയ്യണമെന്നാണ് അവർ ആവശ്യം ഉന്നയിച്ചത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും റഹീസിനെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. റഹീസ് ഒളിവിൽ പോയ ഒരു സാഹചര്യമായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ആത്മഹത്യാക്കുറിപ്പിൽ റഹീസിനെതിരെ ഒരു പരാമർശവും നേരത്തെ തന്നെ പോലീസിന് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ റഹീസ് ഇതിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിയാകുമെന്നോ അല്ലെങ്കിൽ കുടുംബം ആരോപിക്കുന്ന രീതിയിൽ മാറുമെന്നോ പോലീസ് കൃത്യമായി ആ കാര്യത്തിൽ അന്വേഷണം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ആദ്യം മുതൽ തന്നെ ഈ കാര്യം വ്യക്തമാക്കിയത്. അപ്പോഴും കുടുംബം പറഞ്ഞത് റഹീസിനെ ചോദ്യം ചെയ്യണം, അല്ലെങ്കിൽ റഹീസിൽ നിന്നും ഈ മൊഴിയെടുക്കണം എന്നായിരുന്നു. ഏതായാലും ആ മൊഴിയെടുക്കലാണ് ഇന്ന് 3 മണിക്കൂറിലധികം നേരം ACPയുടെ നേരിട്ട മേൽനോട്ടത്തിൽ നടന്നത്. ഏതായാലും ആ മൊഴിയെടുപ്പിൽ കാര്യങ്ങൾ കൃത്യമായ ഈ പോലീസ് ഒരു കൃത്യമായ നിഗമനത്തിലേക്ക് എത്തുന്നു. അതേ തുടർന്നാണ് പിന്നീട് ഇപ്പോൾ 5 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ കേസിൽ കൂടുതൽ പേർ പ്രതികളുമാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ഈ കുടുംബത്തിന്റെ റസീനയുടെ ബന്ധുക്കളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ബന്ധുക്കളുമുണ്ട്, അതോടൊപ്പം SDPI പ്രവർത്തകർ കൂടിയാണ് ഇവർ. അതുകൊണ്ടുള്ള സമ്മർദ്ദം കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിൽ ഒരു പരാതിയുമായി രംഗത്തെത്തി. ഏതായാലും ഇതിലും അന്വേഷണം ഇനിയും മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് പറയുന്നത്. മാതാവിന്റെ ഈ പരാതി സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം ഉണ്ടാവും. ഏതായാലും റഹീസ് ഏതെങ്കിലും തരത്തിൽ ഈ ഒരു ആത്മഹത്യയുമായി ബന്ധമില്ല എന്ന തരത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ തട്ടിക്കൊണ്ടുപോകലും നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ആ രീതിയിലാണ് ഇപ്പോൾ പോലീസ് FIR ചുമത്തിയിരിക്കുന്നത്, നടപടിയുമായി മുന്നോട്ട് പോകുന്നതും. എന്തായാലും കൂടുതൽ പേരുടെ അറസ്റ്റ് വരും ദിവസങ്ങളിൽ ഉണ്ടാവും. പ്രതിഷേധം ഇപ്പോഴുമുണ്ട്. വൈകിട്ട് DYFIയുടെ പ്രതിഷേധ പ്രകടനമുണ്ട്. ഒപ്പം നിരവധി സംഘടനകൾ ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നുണ്ട്. SDPIയുടെ പ്രതിഷേധമാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പിണറായി പോലീസ് സ്റ്റേഷനിൽ കണ്ടത്. ഇവർ പ്രധാനമായും പോലീസിനെതിരായിരുന്നു, ഒപ്പം CPM-നും എതിരായിരുന്നു. മാധ്യമപ്രവർത്തകർ വാർത്ത നൽകുന്നതിലും ഇവർക്ക് വിമർശനം ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഈ സംഭവത്തെ അപലപിച്ചുകൊണ്ടാണ് വലിയ പ്രതിഷേധം ഉണ്ടാകുന്നത്. അത് DYFIയുടെ ഭാഗത്തു നിന്നും, മഹിളാ മോർച്ച, യുവമോർച്ച തുടങ്ങിയ സംഘടനകളുടെ ഭാഗത്തു നിന്നെല്ലാം ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും ആ പ്രതിഷേധം ഉൾപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാം അറസ്റ്റ് ചെയ്യണം, അവരെല്ലാം പിടികൂടണം. ആൾക്കൂട്ട വിചാരണ നടത്തി ഒരു യുവതിയെ മരണത്തിലേക്ക് തള്ളിവിട്ട സംഭവമാണ്. ആ രീതിയിൽ ഗൗരവത്തോടു കൂടി തന്നെ കാണണം ആ വിഷയത്തെ. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം അതുമായി ബന്ധപ്പെട്ട് ഉയരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ബൈജു, ഈ കാര്യത്തിൽ ഇപ്പോൾ 2 കേസുകളാണുള്ളത്. ഒന്ന് യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള കേസ്, രണ്ടാമത്തേത് ഇപ്പോൾ ഈ റഹീസ് നൽകിയിട്ടുള്ള പരാതി. റഹീസിനെ ആൾക്കൂട്ട വിചാരണ നടത്തി അപമാനിച്ച് അതിനുശേഷം മറ്റൊരു ആളില്ലാത്ത സ്ഥലത്തേക്ക് വാഹനത്തിൽ കൊണ്ടുപോയി അവിടെ വെച്ച് മർദ്ദിച്ചു എന്നുകൂടി പറയുന്നുണ്ട്. ഇയാൾ ശാരീരികമായി ഫിറ്റാണോ? വലിയ രീതിയിലുള്ള മർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ ഇയാൾക്ക്? 2 ദിവസം എവിടെയായിരുന്നു എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടോ? മാധ്യമങ്ങളോട് സംസാരിക്കാനോ കാര്യങ്ങൾ പറയാനോ റഹീസ് തയ്യാറായിട്ടുണ്ടോ?
രേണുക, മാധ്യമങ്ങളോട് സംസാരിക്കാൻ റഹീസ് തയ്യാറല്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിലിപ്പോൾ നിലവിൽ 2 കേസാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് ഒന്ന്, യുവതി വസ്ത്രത്തിന് അകത്ത്, അതായത് ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് വസ്ത്രത്തിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരുന്ന ആത്മഹത്യാ കുറിപ്പിൽ പ്രകാരമുള്ള ഒരു കേസ്. അതിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് കേസ് എടുത്തതും 3 പേരെ അറസ്റ്റ് ചെയ്തതും. ഇതേ കേസിൽ ഉൾപ്പെട്ട 3 പേർ, അതിന് പുറമെ 2 പേർ, ഇങ്ങനെ 5 പേർക്കെതിരെയാണ് റഹീസിന്റെ പരാതിയിൽ ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. അതിൽ വളരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. അതായത് നേരത്തെ രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ സംഘം ചേർന്ന് തട്ടിക്കൊണ്ടുപോയി പിന്നീട് ഒരു സ്കൂട്ടറിൽ ഒരു വിജനമായ സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ നിന്നും മർദ്ദിച്ചു. കൂടാതെ റഹീസിന്റെ 3 മൊബൈൽ ഫോൺ ഈ സംഘം തട്ടിയെടുത്തു. അതോടൊപ്പം ഇതിലുണ്ടായിരുന്ന ഫോട്ടോ കാണിച്ച് ഭീഷണിപ്പെടുത്തി തുടങ്ങി ഇതിനെല്ലാം വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കേസിൽ അധികമായി ഉൾപ്പെട്ട 2 പേർ നേരത്തെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസിലും പ്രതികളാവും. അങ്ങനെ 2 കേസുകളിലായി 5 പേരാണ് ഇപ്പോൾ ഈ കേസിൽ പ്രതിയായിട്ടുള്ളത്. അതിൽ 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് 2 പേരുടെ അറസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്. ഒരു പക്ഷേ ഇനി ഈ യുവതിയുടെ ഈ ആത്മഹത്യാക്കുറിപ്പ് പ്രകാരം അതിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തേണ്ട കാര്യവും പോലീസ് ആലോചിക്കുന്നുണ്ട്. അത് പോലീസ് ആലോചിച്ച ശേഷം തീരുമാനിക്കുമെന്നാണ് പറയുന്നത്. ഏതായാലും മാതാവിന്റെ പരാതിയിൽ നിലവിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. നിലവിൽ യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പുമായി ബന്ധപ്പെട്ട് ഒരു കേസ്, അതോടൊപ്പം ഇന്ന് ഇപ്പോൾ യുവാവിന്റെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം അതിൽ നിന്നും ഉണ്ടായ കേസും. ഏതായാലും ഈ യുവാവിനെ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ഇയാൾ എവിടെയായിരുന്നു എന്ന കാര്യത്തിലും അതല്ലെങ്കിൽ എന്താണ് ഇയാൾ ഈ പോലീസിലേക്ക് എത്താൻ വൈകിയെന്ന കാര്യത്തിലും ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും പോലീസ് നിരന്തരം ഇയാളെ ബന്ധപ്പെടാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശ്രമിച്ചിരുന്നു. പക്ഷേ ഇയാളെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇന്ന് രാവിലെയാണ് 8:45 പിണറായി പോലീസ് സ്റ്റേഷനിൽ ഇയാൾ എത്തുന്നത്. ന്യൂസ് 18 ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവരുന്നതും. ഏതായാലും ഇതിൽ വലിയ നിർണായകമായ ഒരു മൊഴിയാണ് ഈ റഹീസിൻ്റെത്. അത് പോലീസിന് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് പ്രകാരം ആ മൊഴി പ്രകാരം പോലീസ് കേസും എടുത്തിരിക്കുന്നു. ഇതിലൊരു വ്യക്തത വന്നിരിക്കുന്നത് കൃത്യമായി യുവതി എന്താണോ ആത്മഹത്യക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് തന്നെ ഈ റഹീസും മൊഴി നൽകിയെന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പോലീസിന് ഒരു കൃത്യത വന്നിരിക്കുന്നു. ഇതിൽ ഏതെങ്കിലും തരത്തിൽ റഹീസ് ഉൾപ്പെട്ടിട്ടില്ല. പക്ഷേ ഇത് കൃത്യമായി ഈ സദാചാര ഗുണ്ടകളുടെ അവരുടെ ആ കാര്യങ്ങളിൽ മനംനൊന്ത് തന്നെയാണ് യുവതി ആത്മഹത്യ ചെയ്തത് എന്ന ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയാണ്. മാതാവിന്റെ പരാതി നിലവിൽ ഓഫീസിലേക്ക് കൊണ്ടുപോയാണ് ഈ വിചാരണ നടത്തിയിരിക്കുന്നത്. ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകുമ്പോൾ നിലമ്പൂരിൽ അവരുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ദിവസം തന്നെയാണ് ഈ സംഭവങ്ങൾ പുറത്തു വരുന്നത്. അങ്ങനെ ജനാധിപത്യ പ്രക്രിയയിൽ വിശ്വസിക്കുന്നവരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ ആ നിയമ നടപടികൾക്കെതിരെ പോലും വലിയ പ്രതിഷേധം ഉയർത്തിവിടാനുള്ള ശ്രമമാണ് ഒരു ഭാഗത്ത് നടക്കുന്നത്. ഇന്ന് പ്രത്യക്ഷത്തിൽ തന്നെ അങ്ങനെയുള്ള പ്രതിഷേധ പരിപാടികൾക്ക് കൂടി തുടക്കം കുറിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ബൈജു, ഇതിൽ ആ കുടുംബത്തിന് മേൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദമുണ്ട് എന്നാണോ മനസ്സിലാക്കുന്നത്? ഒരു മകളെ നഷ്ടപ്പെട്ട അമ്മയാണ് ആ സംഭവത്തിലെ അന്വേഷണത്തെ വഴിതിരിച്ചു വിടും വിധമുള്ള മറ്റൊരു പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായത്. പോലീസ് ഉറപ്പിച്ചു പറയുന്നു ആത്മഹത്യാ കുറിപ്പ് വരെ ഉള്ള സാഹചര്യത്തിൽ. മാത്രവുമല്ല, പിതാവ് ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി വിചാരണ നേരിട്ടത് തുറന്നു പറയുന്ന ഘട്ടത്തിൽ അങ്ങനെ ഒരു കൗണ്ടർ പരാതി കൊടുക്കുന്ന സാഹചര്യം അവർ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം കൊണ്ടുണ്ടായതാണോ? ഇന്നത്തെ ഈ പ്രതിഷേധ പരിപാടികളൊക്കെ കാണുമ്പോൾ ആ സംശയം കൂടുതൽ ബലപ്പെടുകയാണ്. അങ്ങനെ ഒരു സമ്മർദ്ദമുണ്ടെങ്കിൽ ഇനിയും ഏതെങ്കിലും തരത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ ഈ കുടുംബം തയ്യാറെടുക്കുന്നത്? രേണുക, അത് ഏറ്റവും പ്രധാനമാണ്. കാരണം 2 കാരണങ്ങളാണ് ഇതിൽ പോലീസ് പറയുന്നത്. ഒന്ന്, ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇവരുടെ അടുത്ത ബന്ധുക്കളാണ്, ഈ റസീനയുടെ അടുത്ത ബന്ധുക്കളാണ്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഒരു പക്ഷേ ഒരു സമ്മർദ്ദത്തിലായി ഈ മാതാവ് ഇത്തരത്തിൽ രംഗത്ത് വന്നതാകാം. അതല്ലെങ്കിൽ ഈ പ്രദേശം, ഈ കൂരിയാട് എന്ന് പറയുന്ന ഈ പ്രദേശം വലിയ തോതിൽ SDPIക്ക് സ്വാധീനമുള്ള ഒരു പ്രദേശമാണ്. ഒരു പക്ഷേ അവരുടെ സമ്മർദ്ദം ഉണ്ടായേക്കാം. കാരണം എന്താണോ SDPI ഈ മാതാവ് ഈ സംഭവം ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നതിന് മുമ്പ്, ആരോപണം നടത്തുന്നതിന് മുമ്പ് പറഞ്ഞത്, അതേ ആരോപണമാണ് ഈ മാതാവ് പറയുന്നു എന്നതാണ് അത് ഏറ്റവും പ്രധാനം. ഏതായാലും SDPI പറഞ്ഞത് തങ്ങൾക്ക് പങ്കില്ല, തങ്ങൾ ഇത്തരത്തിൽ ആൾക്കൂട്ട വിചാരണ നടത്തിയിട്ടില്ല, ഇതൊരു മധ്യസ്ഥ ചർച്ച മാത്രമായിരുന്നു എന്നാണ്. അത് തന്നെയാണ് ഈ മാതാവ് ഏറ്റുപിടിച്ചത്. ഒരു പക്ഷേ അങ്ങനെ ഒരു സാധ്യമാകാം. ഏതായാലും ഇതിൽ പോലീസ് അന്വേഷണം നടത്തും. വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഈ മാതാവിന്റെ പരാതിയെ കാണുന്നുണ്ട്. അത് രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ മകൾ നഷ്ടപ്പെട്ട ഒരു മാതാവിന്റെ അവസ്ഥ നമുക്കറിയാം. മാത്രമല്ല ഇവർക്ക് 3 കുട്ടികളാണുള്ളത്. ആ കുട്ടികളിൽ അനാഥരായിരിക്കുന്നു. അവരെ ഇനി ആര് നോക്കുമെന്ന ഒരു ചോദ്യമൊക്കെ ഉണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ നിയമപ്രശ്നങ്ങളും അവ്യക്തതകളും ദുരൂഹതകളും ഒക്കെ ഈ കേസിൽ വന്ന്
വരുന്നത്. എന്തായാലും അത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം ഗൗരവമായി തന്നെ ഉണ്ടാകും. നിലവിൽ മാതാവ് ഉന്നയിച്ച ആരോപണം പോലീസ് നിഷേധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള തെളിവുകൾ ഒന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൽ കേസോ അല്ലെങ്കിൽ നിയമ നടപടിയോ സ്വീകരിക്കാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. കൃത്യമായി ആത്മഹത്യാക്കുറിപ്പും ഒപ്പം ആൺ സുഹൃത്തായ റഹീസിന്റെ മൊഴിയും അതാണ് ഈ കേസിൽ ഇപ്പോൾ നിർണായകമായിരിക്കുന്നത്. അത് പ്രകാരമുള്ള കേസുമായാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം മാതാവ് നൽകിയ പരാതിയിലുള്ള അന്വേഷണം ഉണ്ടാവുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അത് സംബന്ധിച്ച അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. നേരത്തെ രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരുവരുടെയും ബാങ്ക് അക്കൗണ്ട് അത് പോലീസ് പരിശോധിച്ചിരുന്നു. നേരത്തെ ഉന്നയിച്ച ഒരു ആരോപണം നിരവധി പണം അല്ലെങ്കിൽ സ്വർണം റഹീസ് റസീനിൽ നിന്നും കൈപ്പറ്റിയിട്ടുണ്ട്, സ്വന്തമാക്കിയിട്ടുണ്ട്, തട്ടിപ്പറിച്ചിട്ടുണ്ടെന്നൊക്കെ ആയിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു തെളിവും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇവർ ഏതെങ്കിലും തരത്തിൽ സ്വർണ്ണ ഇടപാടോ മറ്റോ ബാങ്കിൽ നടത്തിയത് അത് കൃത്യമായി പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ എന്തൊക്കെ ആരോപണം ഉണ്ടായോ അതിലെല്ലാം പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. തുടർന്നും അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് ഉൾപ്പെടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. അന്വേഷണം ഇവിടെ അവസാനിക്കുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ ഈ കൂടുതൽ പേരിലേക്ക് ഈ അന്വേഷണം എത്തും. കൂടുതൽ പേർ ഒരുപക്ഷെ ഇതിൽ കേസിൽ പ്രതികളാകാം. ഏതായാലും നിലവിൽ 5 പേരാണ് ഇപ്പോൾ പ്രതികളായിട്ടുള്ളത്. 2 കേസുകളിലായി 5 പ്രതികൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ ആത്മഹത്യാ പ്രേരണയുണ്ട്, ഒപ്പം സംഘം ചേർന്ന് തട്ടിക്കൊണ്ടുപോകൽ, ഇത്തരത്തിൽ വകുപ്പുകളെല്ലാം ചുമത്തിയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രേണുക, സദാചാര ഗുണ്ടായിസം നടത്തി ആൾക്കൂട്ട വിചാരണ നടത്തിയ ഒരു യുവതിയുടെ ജീവനെടുത്ത കേസാണ്. എന്തായാലും പോലീസ് 5 പേർക്കെതിരെ 2 കേസുകളിലായി 2 പരാതികളിലായി കേസെടുത്തിരിക്കുന്നു. 5 പേർക്കെതിരെ ശക്തമായ നടപടികളിലേക്ക് നീങ്ങുന്നു അന്വേഷണ സംഘം എന്നാണ് മനസ്സിലാക്കുന്നത്. വീട്ടുകാരുടെ പരാതിയിൽ ഇതുവരെ കേസെടുത്തിട്ടില്ല എന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. യുവാവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഈ യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ എന്താണോ സൂചിപ്പിച്ചിരുന്നത് അതുമായി ബന്ധപ്പെടുത്തി തന്നെ ഉള്ള കാര്യങ്ങളാണ്. യാതൊരു തരത്തിലും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടില്ല എന്നതും യുവാവ് വ്യക്തമാക്കുന്നു.